കേരള സർവകലാശാലയിൽ നിർണായക സിൻഡിക്കേറ്റ് യോഗം ചേരുകയാണ്. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചേക്കും. AKG സെന്റർ ഭൂമിയുമായി ബന്ധപ്പെട്ടും യോഗത്തിൽ തർക്കമുയർന്നു. ഗോപാൽ ശിലാസനൽ ചേരുന്നു. നമുക്കൊപ്പം ഗോപാൽ ശിലാസനൽ, എന്തൊക്കെയാണ് യോഗത്തിൽ ചർച്ചയായത്? വിവരങ്ങൾ എന്തൊക്കെ? സുജിയ, 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് കേരള സർവകലാശാലയിൽ ഒരു നിർണായക സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. ഈ സിൻഡിക്കേറ്റ് യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് ഇന്ന് രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം യോഗത്തിൽ പ്രധാന അജണ്ടയായി വരുന്നു എന്നുള്ളതാണ്. അനിൽകുമാറിന്റെ സസ്പെൻഷനിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഉചിതമായ തീരുമാനം എടുത്തുകൊള്ളാനായിരുന്നു. ഇതുപ്രകാരം മറ്റ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കാനാണ് സാധ്യത. പക്ഷേ അത്ര പെട്ടെന്ന് സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനത്തിന് VC വഴങ്ങുമോ എന്നതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ളത്. കാരണം അദ്ദേഹം പറയുന്നത് ഈ സിൻഡിക്കേറ്റ് അനിൽകുമാർ സസ്പെൻഷനിലായതിനു ശേഷവും ക്യാമ്പസിലെത്തുകയും പല സർട്ടിഫിക്കറ്റുകളും ഒപ്പിട്ട് നൽകുകയും ചെയ്തു. ആ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് നൽകിയത് ഗുരുതര വീഴ്ചയാണ് എന്നും അത് ക്രിമിനൽ കുറ്റം പോലും ചുമത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടലാണ് എന്നുമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ തിരിച്ച് സർവീസിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അനുമതി നൽകുമെന്ന ചോദ്യം ഒരുപക്ഷെ അദ്ദേഹം ഉന്നയിച്ചേക്കാം. അതിനോടൊപ്പം തന്നെ സമാന്തരമായി രാവിലെ സെനറ്റ് ചോദ്യങ്ങളുടെ ചർച്ചയിലും വലിയ തർക്കം ഉയർന്നിരുന്നു. AKG സെന്ററിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ചർച്ച ഉയർന്നത്. ആ സെനറ്റ് അംഗമായിട്ടുള്ള BJP സെനറ്റ് അംഗമായിട്ടുള്ള ബിനി വേണുഗോപാൽ എന്ന അംഗം AKG സെന്ററിന് ഇത്തരത്തിൽ ഭൂമി കൈമാറിയിട്ടുണ്ടോ എന്ന് ചോദ്യം ഉന്നയിക്കുകയും അതിനെ ഇടതംഗങ്ങൾ വിവരങ്ങളാണ് ഗോപാൽ ശിലാസനൽ നൽകിയത്.